ഏപ്രിൽ 23 ഈസ്റ്ററിൻ്റെ 4-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 10-ാം അധ്യായം 22 മുതൽ 30 വരെ വാക്യങ്ങൾ. മറ്റുള്ളവരുടെ നിരന്തരമായ കരിവാരി തേക്കലിൽ അസ്വസ്ഥനായ ഒരു പുരോഗമന ചിന്താഗതിക്കാരനായ വ്യക്തിയോട് ഒരിക്കൽ മാസ്റ്റർ പറഞ്ഞു, വിമർശകർ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് അവർ നിങ്ങളോട് പറയും. എന്നാൽ അവർ പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത്. വിമർശകർക്കായി ഒരു സ്മാരകവും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ വിമർശിക്കപ്പെട്ടവർക്കായി നിരവധി സ്മാരകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ജെറൂസലം ദേവാലയമാണ്. യേശു സോളമൻ്റെ പോർട്ടിക്കോയിലാണ്. നിരവധി യഹൂദന്മാർ അവന് ചുറ്റും കൂടി നിന്ന് ചോദിച്ചു, എത്ര നാൾ നീ ഞങ്ങളെ സസ്പെൻസിൽ നിർത്തും? നീ ആരാണെന്ന് ഞങ്ങളോട് പറയൂ. നീ ക്രിസ്തുവാണോ? അതെ, ഞാൻ ക്രിസ്തുവാണ് എന്ന് യേശു പറയുന്നത് കേൾക്കാൻ അവർ അതിയായി ആഗ്രഹിച്ചു. എന്നിരുന്നാലും അവർ ആവശ്യപ്പെട്ടതുപോലെ യേശു ഉത്തരം പറഞ്ഞില്ല. പകരം അവൻ അവരോട് പറഞ്ഞു, ഒരുപക്ഷേ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു. തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അവർ അവൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നുവെന്ന് യേശു ആ യഹൂദന്മാരോട് പറയുന്നു. അവൻ്റെ ആടുകൾ അവനെ വിശ്വസിക്കുന്നു, അവ അവനെ അനുഗമിക്കുന്നു. ആടുകളെ മറ്റു ഉപദ്രവകരമായ ജീവികളിൽ നിന്ന് സംരക്ഷിക്കാൻ യേശു തൻ്റെ ജീവൻ ത്യജിക്കും. യേശു അവർക്ക് നിത്യജീവൻ നൽകുമെന്ന് അവിടുന്ന് പറയുന്നു. യേശു വീണ്ടും തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. തൻ്റെ പിതാവ് എല്ലാവരെയുംക്കാൾ വലിയവനാണെന്ന് അവൻ പറഞ്ഞു. തൻ്റെ ആടുകളെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ ആർക്കും കഴിവില്ല. ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പ്രസ്താവനയോടെയാണ് യേശു തൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. പിതാവും ഞാനും ഒന്നാണ്. യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ യഹൂദർ ആഗ്രഹിച്ചിരുന്നോ? അതോ അവർ അവനെ വെറുതെ ഉപദ്രവിക്കുകയായിരുന്നോ? ഭാവിയിൽ അവനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ഉത്തരം യേശു നൽകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഈ യഹൂദന്മാർ യേശുവിൻ്റെ സന്ദേശത്തോട് തുറവി ഉണ്ടായിരുന്നവരല്ല എന്ന് വ്യക്തമാണ്. അവർ അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവരുടെ കളി കളിക്കാൻ യേശു വിസമ്മതിച്ചു. താൻ ആരാണെന്ന കാര്യത്തിൽ യേശു വിശ്വസ്തനായി നിന്നു. കേൾക്കുന്ന ആളുകൾക്ക് നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? വിമർശനത്തിൻ്റെയോ കോപത്തിൻ്റെയോ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് സംസാരിക്കുവാനുള്ള യേശുവിനുണ്ടായിരുന്ന ധൈര്യം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അനുയായി ആയിരിക്കുക എളുപ്പമല്ല. സത്യത്തിന് ശബ്ദിക്കാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളിത് ചെയ്യുന്നു. മറ്റു സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളോ മനോഭാവമോ നമുക്ക് വേണ്ടി സംസാരിച്ചേക്കാം. എല്ലാവർക്കും
നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.